ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 ഏപ്രിൽ 2024 അഡോളസൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ടാണ്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് സൈക്കോളജി. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to 40 ആണ് നമുക്കുള്ളത്. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൻ്റെ ഫസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ സൈക്കോളജി ക്വസ്റ്റ്യൻസുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൻ്റെ ആൻസർ കീ, അതേപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, കേട്ടിട്ട് മാത്തമാറ്റിക്സ് സിലബസ് ബേസ്ഡ്, അതേപോലെ തന്നെ കേട്ടിട്ട് മാത്തമാറ്റിക്സ് PYQ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നോക്കിയിട്ട് മാത്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സിൻ്റെതുണ്ട്, അല്ലാത്തവർക്ക് സൈക്കോളജി, ഇംഗ്ലീഷും മലയാളം അതൊക്കെ നോക്കാവുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത മെയ് 2025 നമ്മളെ സർവീസിലുള്ള കേടെറ്റിൻ്റെ എക്സാം വന്നിട്ടുണ്ട്. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് 2024 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള അഡോളസൻ സൈക്കോളജിയിലെ ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. Representing information through actions, repeating the same content again and again, provide topic at an increasing level of complexity, provide complex topic initially then simplified. ഇതിൽ ഏതാണ് സ്പൈറൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ഉത്തരം നോക്കുക. അതിനുശേഷം നിങ്ങൾ പറയുന്ന ആൻസർ പൗസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആൻസർ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലേ ചെയ്യുക. സോ യു ക്യാൻ ഓൾസോ വിൽ ബി എ പ്രാക്ടീസ്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രൊവൈഡ് ടോപ്പിക് അറ്റ് ആൻ ഇൻക്രീസിങ് ലെവൽ ഓഫ് കോംപ്ലെക്സിറ്റി. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എ സ്പൈറൽ കരിക്കുലം ഇൻവോൾവ്ഡ് revisiting topic throughout a course, but with each revisit the complexity of the content increases, building upon the prior knowledge student have gained. അതായത് കുട്ടികൾക്ക് മുമ്പ് കിട്ടിയ നോളജിനെ ബേസ് ചെയ്തിട്ട് പുതിയ പുതിയ നോളജുകൾ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ്. അഥവാ നമ്മൾ ഓരോ പ്രാവശ്യം പോകുന്തോറും അതിൻ്റെ കോംപ്ലെക്സിറ്റി എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള ബാക്കി 3 എണ്ണം. ഒന്ന് റെപ്രസെൻറ്റിംഗ് ഇൻഫർമേഷൻ ത്രൂ ആക്ഷൻസ്. വൈൽ സ്പൈറൽ കരിക്കുലം ക്യാൻ ഇൻവോൾവ് വേരിയസ് ടീച്ചിങ് മെത്തേഡ്. സ്പൈറൽ കരിക്കുലത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകളുണ്ട്, ഇൻക്ലൂഡിങ് ആക്ഷൻ ബേസ്ഡ് ലേണിംഗ്. ആക്ഷൻ ബേസ്ഡ് ലേണിംഗും അതിൽ പെട്ടാണ്. ദ കോർ കൺസെപ്റ്റ് ഈസ് ദ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ കോംപ്ലെക്സിറ്റി ഓഫ് ദ സബ്ജക്ട് മാറ്റർ. പക്ഷേ ഈ സ്പൈറൽ കരിക്കുലത്തിൻ്റെ കോഴ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലെക്സിറ്റി ഓഫ് ദ സബ്ജക്ട് മാറ്റർ ആണ്. ജസ്റ്റ് നോട്ട് മോഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ അല്ല നമുക്ക് സ്പൈറൽ കരിക്കുലത്തിൽ ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. അവിടെ കോംപ്ലെക്സിറ്റി ഓഫ് സബ്ജക്ട് മാറ്ററിനാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തത് ഓപ്ഷൻ റോങ് ആയിട്ട് കൺസിഡർ ചെയ്ത്. Then repeating the same content again and again, ഇതായിരുന്നു ബി ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓൾദോ ദ കരിക്കുലം ഡസ് ഇൻവോൾവ് റീവിസിറ്റിംഗ് ടോപ്പിക്സ്. നമ്മുടെ സ്പൈറൽ കരിക്കുലം റീവിസിറ്റിംഗ് ദ ടോപ്പിക് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് സിംപ്ലി എ റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം ഇൻഫർമേഷൻ. സെയിം ഇൻഫർമേഷനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നതല്ല നമ്മളുടെ സ്പൈറൽ കരിക്കുലത്തിൻ്റെ റിപ്പീറ്റിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീവിസിറ്റിംഗ് എന്ന് പറയുന്നത്. ഈച്ച് റീവിസിറ്റ് ആഡ് ന്യൂ ലെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബിൽഡ് അപ്പോൺ പ്രീവിയസ് നോളജ്. നമ്മളുടെ പ്രീവിയസ് നോളജിനെ മോഡിഫൈ ചെയ്തിട്ട് പുതിയ പുതിയ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ റീവിസിറ്റിലും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അല്ലാതെ സെയിം കണ്ടന്റ് തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റീവിസിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനും ഒഴിവാക്കിയത്. ഇനി നാലാമത്തെ ഓപ്ഷൻ, പ്രൊവൈഡിങ് കോംപ്ലെക്സ് ടോപ്പിക് ഇനീഷ്യലി ദെൻ സിംപ്ലിഫൈ ഇറ്റ്. ഇത് സ്പൈറൽ കരിക്കുലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റം ആണ്, റിവേഴ്സ് ആണ്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റിവേഴ്സ് ഓഫ് ഹൗ എ സ്പൈറൽ കരിക്കുലം operates. The spiral curriculum start with a simpler concept and gradually increase complexity. ചെറുതിൽ നിന്നും വലുതിലേക്കാണ്, അഥവാ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മുടെ സ്പൈറൽ കരിക്കുലം പോകുന്നത്. പക്ഷേ ഡി ഓപ്ഷൻ പറയുന്നത് കോംപ്ലക്സ് ടോപ്പിക്കിൽ നിന്നും സിംപ്ലിഫൈഡ് ടോപ്പിക്കിലോട്ട് പോകുക എന്നുള്ളതാണ്. സോ അത് ഒരു സ്പൈറൽ കരിക്കുലത്തിൻ്റെ ഒരു റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡി ഓപ്ഷന് നമ്മൾ ഒഴിവാക്കി. നമ്മളുടെ ഓപ്ഷൻ സി ആയിരുന്നു. ഓക്കെ,
രണ്ടാമത്തെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫോക്കസ് ഏരിയ ആർ ഇൻ KCF 2023? എന്താണ് KCF എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കേരള കരിക്കുലം ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് KCF എന്ന് പറയുന്നത്. സോ ഈ KCF 2023 അഥവാ 2023 വന്ന KCFൻ്റെ ഇതിൽ എത്ര ഫോക്കസ് ഏരിയകൾ ഉണ്ട് എന്നാണുള്ള ചോദ്യം. 22, 24, 26, 28. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എത്രയാണ്? 26 ആണ്. Okay, option C 26 ആണ്. Then a third one, adolescence is a period of storm and stress which indicates emotional detachment, cognitive development, challenges and turmoil, emotional development. ഇതിൽ ഏതാണ് adolescence is a period of storm and stress എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഏതാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ ആദ്യം. Which one? A, B, C or D? And the correct option വരുന്നത് option C ആണ്. Challenges and turmoil. Okay. Name the legal concept which hold that juvenile offenders should be treated differently from adult offenders due to their age and developmental stage. അതായത് ജുവനൈൽ ഓഫൻഡേഴ്സിന് ഈ 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസിലോട്ട് വിടുന്നത്. അത്തരം ജുവനൈൽ കൃത്യങ്ങൾ ചെയ്തവരെ അഡൾട്ടിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ലീഗൽ കൺസെപ്റ്റ്. നെയിം ദ ലീഗൽ കൺസെപ്റ്റ് വിച്ച് ഹോൾഡ് ദാറ്റ് ജുവനൈൽ ഓഫൻഡേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറൻ്റ്ലി ഫ്രം ദ അഡൾട്ട് ഓഫൻഡേഴ്സ് ഡ്യൂ ടു ദെയർ ഏജ് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. ജുവനൈൽ പ്രിവിലേജ്, IPC, CRPC, പാരൻസ് പാട്രിയ. And the correct option വരുന്നത് A, B, C, D or which one? The correct option വരുന്നത് D ആണ്. Okay. Then അഞ്ചാമത്തെ ചോദ്യമായിരുന്നു, select the most suitable combination related to ICT from the below. ICTക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മളോട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഒരു 5 കൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട്. അതിന് ഓപ്ഷനായിട്ട് ABCD എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററിലുള്ളതാണ് ഓപ്ഷൻ കേട്ടോ. A എന്ന് പറയുന്നത് ICT ക്യാൻ ഹെൽപ്പ് ഇൻഫർമേഷൻ അസസ്മെൻറ്റ്. ICT വിൽ ഹൈൻഡ് ദ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്. ICT വിൽ ഡിസ്ട്രോയ് ദ ക്രിയേറ്റിവിറ്റി among students. ICT will provide a real-time interaction with the students and teachers. ICT can provide immediate feedback to students. ഇതിൽ ഏത് ഓപ്ഷനാണ്? A, B, E മാത്രമാണോ കറക്റ്റ്? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് വരുന്നത്? A, B, E ആണോ, അതോ A, B, D ആണോ, A, D, E ആണോ, B, D, E ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്നത്? കറക്റ്റ് വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് A, ICT can help informative assessment. Then on the D, ICT will provide a real-time interaction with the students and teachers. Pin on the E, ICT can provide immediate feedback to students, and that is option C, A, D, E only correct. A, D, E only correct. Then ആറാമത്തെ ചോദ്യം വരുന്നത്, select the term that describe the process through which adolescent development sense identity by exploring various role and possibility. Identity moratorium, identity diffusion, identity foreclosure, identity crisis. ഇതിൽ ഏതാണ്? അഥവാ select the term that describe the process through which adolescent develop a sense of identity by exploring various roles and possibilities. വ്യത്യസ്ത തരത്തിലുള്ള റോളുകളും പോസിബിലിറ്റീസും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അഡോളസൻസ് അവരുടെ ഐഡൻറ്റിറ്റിയെ സെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനിതിൽ ഏത് പേരാണ് പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. Which is the correct option? And the correct option is option A, identity moratorium. എന്താണ് ഈ സംഭവം? This stage involved actively exploring different options can believe without making any firm commitments, essentially trying on different identities to see what fits. ഈ സ്റ്റേജിലാണ് ആക്റ്റീവ്ലി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അതായത് ഡിഫറെൻ്റ് ഓപ്ഷൻസുകളും അതിൻ്റെ ബിലീഫ് വിത്തൗട്ട് മേക്കിംഗ് എനി ഫേം കമ്മിറ്റ്മെൻറ്റ്, ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതൊക്കെ, അതിനുള്ള ട്രൈ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും വരുന്നതിനെയാണ് നമ്മൾ ഈ ഐഡൻറ്റിറ്റി മൊറാട്ടോറിയം എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ അടുത്ത വരുന്ന ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് വെയർ ആൻ ഇൻഡിവിജ്വൽ ഹാസ് നോട്ട് എറ്റ് സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് ഓപ്ഷൻസ് ഓർ മേക്കിംഗ് കമ്മിറ്റ്മെൻറ്റ് ടു ദെയർ ഐഡൻറ്റിറ്റി. നമ്മൾ ചെയ്യാതിരിക്കുക, നോട്ട് എറ്റ് സ്റ്റാർട്ടഡ്, ഇതുവരെ ചെയ്യാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്ന് പറയുന്നത് ദിസ് ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വെർ ആൻ ഇൻഡിവിജ്വൽ ഹാസ് പെർമച്വറലി കമ്മിറ്റഡ് ആൻഡ് ടു ആൻ ഐഡൻറ്റിറ്റി വിത്തൗട്ട് മച്ച് എക്സ്പ്ലോറേഷൻ. കൂടുതൽ എക്സ്പ്ലോറേഷൻ ഒന്നും ഇല്ലാതെ പ്രീമെച്വർലി കമ്മിറ്റ് ചെയ്യുക. ഓഫൺ ഡ്യൂ ടു എക്സ്റ്റേണൽ പ്രഷർ ലൈക്ക് പാരൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. പുറത്തു നിന്നുള്ളൊരു പ്രഷർ കാരണമായിട്ട്, പാരൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവയൊക്കെ പ്രഷർ കാരണമായിട്ട് പ്രീമെച്വർലി കമ്മിറ്റഡ് ടു ആൻ ഐഡൻറ്റിറ്റി, ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് പ്രീമെച്വർലി കമ്മിറ്റ് ആവുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് വൈൽ നോട്ട് ഡയറക്ട്ലി ഡിസ്ക്രൈബിംഗ് ദ പ്രോസസ് ഓഫ് എക്സ്പ്ലോറേഷൻ, ആൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇസ് എ പീരീഡ് ഓഫ് ഇൻറ്റൻസ് introspection and uncertainty that often precede the moratorium stage. ഓക്കെ, ഇത്രയാണ് ഈ 3-4 കാര്യങ്ങൾ വരുന്നത്. Then select the term used to describe the process that individual use to manage and adapt to challenging stressors in life. Projection, regression, coping mechanism, avoidance mechanism. ഇതിൽ ഏതാണ് വരുന്നത്? And the correct option വരുന്നത് ഓപ്ഷൻ സി, coping mechanism. What is coping mechanism? A coping mechanism is a strategy an individual uses to manage stress and difficult situation by consciously or unconsciously employing behaviors or thoughts to deal with these challenges. ഇതാണ് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. കോപ്പിംഗ് മെക്കാനിസം ഇസ് എ സ്ട്രാറ്റജി ഇൻ ആൻ ഇൻഡിവിജ്വൽ യൂസ് ടു മാനേജ് സ്ട്രെസ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബൈ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി എംപ്ലോയിങ് ബിഹേവിയർ ഓർ ത്രൂ ഔട്ട് ദാറ്റ് ഡീൽ വിത്ത് ദീസ് ചാലഞ്ചസ്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഈസ് എ ഡിഫെൻസ് മെക്കാനിസം. അതൊരു ഡിഫെൻസ് മെക്കാനിസം ആണ് വേർ ആൻ ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ് ദെയർ ഓൺ തോട്ട്സ്, ഫീലിംഗ്സ് ഓർ ബിഹേവിയർ ഓൺ ടു അതർ പേഴ്സൺ. ദെയർ ഓൺ തോട്ട്സ്, സ്വന്തം തോട്ട്സും ഫീലിംഗ്സും ഒക്കെ ബിഹേവിയർ ഓൺ ടു അനദർ പേഴ്സൺ. പ്രൊജക്ഷൻ, മറ്റൊരു പേഴ്സണിലേക്ക് പ്രൊജക്ഷൻ ചെയ്യുന്നതിന് അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Projection is a defense mechanism where an individual attributes their own thoughts, feelings or behavior onto another person. A regression. What is regression? Regression is a copying mechanism where a person returns to behavior or pattern of behavior from an earlier developmental stage, often in response to stress. Avoidance mechanism, last one. While avoidance is a type of coping mechanism, it refers specifically to the strategy of actively avoiding a stressful situation to rather than the facing it directly. That's avoiding mechanism. Avoidance mechanism, നമ്മൾ avoid ചെയ്യുന്നതിന്. Okay. Then എട്ടാമത്തെ വരുന്നത് select the term used by Jerome S. Bruner to describe the process of transforming information into mental representation. Scaffolding, discovery learning, encoding, spiraling. The term used by Jerome S. Bruner to describe the process of transferring information into mental representation. Information mental representationലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ ജെറോം എസ് ബ്രൂണർ ഡിസ്ക്രൈബ് ചെയ്തത് ഏത് പേര് വെച്ചിട്ടാണ്? ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദറ്റ്സ് എൻകോഡിംഗ്. എന്താണ് scaffolding? This refers to providing support to learn while they acquire new knowledge, gradually reducing assistance they become more competent. That is scaffolding. Then what is discovery learning? This is the teaching method where the students actively contract their own knowledge by exploring and discovering information for themselves. Okay, that is discovery learning. Spiraling. This is refers to a curriculum design. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ സ്പൈറൽ കരിക്കുലം. This refers to a curriculum design where concepts are revisited repeatedly at an increasing level of complexity. Teacher reflective practitioner means a teacher who
critically examines his or herself and improve teaching. A teacher who cares his or her children. A teacher who critically evaluates the students and make comments. A teacher who critically evaluates other teachers and makes suggestions. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ്. Then a last question in the section. According to Sigmund Freud, unresolved conflicts during the developmental stage may lead to fixation, enhanced emotional stability, enhanced mental maturity, and projection. And that is the correct option is fixation. Okay, according to Sigmund Freud, unresolved conflicts during the developmental stage may lead to fixation. നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ PYQ, മാത്സ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് വാച്ച് ഇറ്റ്. ഓക്കെ, ബൈ ബൈ.